പുത്തോണ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. നന്ദുവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ. നന്ദു ഉത്സവം കാണാൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? ആളുകളെ കൊണ്ട് തിക്കും തിരക്കും ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നന്ദുവിനെ പോലെ തന്നെ ഇവിടെയും ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല കാറ്റും മഴയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കാറ്റുമില്ല മഴയുമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് പൊടിഞ്ഞെങ്കിലും പിന്നെ അത് ഏതോ വഴിക്ക് പോയി. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകി. ഉത്സവത്തിന് വരാൻ വേണ്ടി വിളിച്ചപ്പോൾ നന്ദു ഒരുപാട് ഹൈപ്പ് തന്നൊരു തിറയുണ്ട്, നരിത്തിറ. നമ്മുടെ കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും ഗുളികനും ഒക്കെ പോലെ റൈറ്റാണെന്നാണ് കേട്ടത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് കാണാൻ. 2-3 തിറ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ നന്ദുവിൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോയി. നന്ദുവിനെ പോലെ തന്നെ നന്ദുവിൻ്റെ കസിൻസും ഫുൾ വൈബായിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചും കളിച്ചും ഇരുന്ന് സമയം പോയത് അറിഞ്ഞതേയില്ല. സത്യം പറഞ്ഞാൽ തിറ കാണാൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ വീട്ടിലിരുന്ന് കത്തിയടിക്കായിരുന്നു വേണം പറയാൻ. ആഘോഷം എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഇങ്ങനെ ഒത്തുചേരുമ്പോഴുള്ള ഒരു രസം അത് വേറെ തന്നെ ഒരു വൈബാണ്. 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ട് പോയി നരിത്തിറ കാണാൻ. പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചാന്തുതറയായിരുന്നു. ചെറുതായി ഉറങ്ങി തുടങ്ങിയവരൊക്കെ ചാന്തുതറ തുടങ്ങിയപ്പോഴേക്കും ഉഷാറായി ഇരിപ്പുണ്ട്. എങ്ങാനും ഉറങ്ങുന്നത് കണ്ട കരി കൊണ്ടൊരു ഫേഷ്യൽ ഉറപ്പാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ചെറുതായിട്ടൊക്കെ കിട്ടി. ചാന്തുതറ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കാത്തിരുന്ന ഐറ്റം തുടങ്ങി, നരിത്തിറ. നന്ദു പറഞ്ഞ പോലെ തന്നെ ഇതൊരു വെറൈറ്റി തിറ തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിറയ്ക്ക് പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ടുപോകുന്നത്. ചെറിയ പേടിയില്ലായികയില്ല, എന്നാലും നല്ല രസമായിരുന്നു അത്. ഈ തിറ എങ്ങനെയാണത്രേ തുടങ്ങുന്നത്? അമ്പലത്തിൻ്റെ പടിയിലൂടെ നരി കയറുന്ന പോലെ മതിലിലൂടെ പറ്റിപ്പിടിച്ചും സ്റ്റെപ്പിൻ്റെ മുകളിലൂടെ 4 കാലിലൊക്കെയാണ് ഇവർ കയറി വരുന്നത്. കുറേ നേരം അവരിങ്ങനെ നിലത്തെഴഞ്ഞ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിള്ളേരെ ഒന്നും 2 കാലിൽ അവർ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാവരും പറക്കായിരുന്നു. എന്തായാലും ഉറക്കൊഴിഞ്ഞ് ഇത് കാണാനിരുന്നത് വെറുതെ ആയില്ല. അങ്ങനെ തിറയും വെടിക്കെട്ടും കിട്ടിലൻ സദ്യയൊക്കെയായി ഉത്സവം ഗംഭീരമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്കിനി വീണ്ടും കാണാം. ബൈ.